വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. മത്തായി 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സുവിശേഷ സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 2-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. 1-ാമത്തെ സുവിശേഷ സൗഭാഗ്യമാണ് ഈശോ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. 8 സുവിശേഷ സൗഭാഗ്യങ്ങളെ 2ആയി വിഭജിക്കുന്നവരുണ്ട്. അതിൽ ആദ്യത്തെ 4 സൗഭാഗ്യങ്ങൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഈ ആദ്യത്തെ 4 സൗഭാഗ്യങ്ങൾ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സൗഭാഗ്യങ്ങളാണെന്നും 2-ാം ഭാഗത്തെ 5 മുതൽ 8 വരെയുള്ള സൗഭാഗ്യങ്ങൾ, അതായത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. 2-ാം ഭാഗത്തിലുള്ള 4 സൗഭാഗ്യങ്ങളെ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സൗഭാഗ്യങ്ങളാണെന്ന് ഒരു വിഭജനമുണ്ട്, ഒരു പഠനമുണ്ട്. അപ്പോൾ 1-ാം ഭാഗത്ത് നമ്മൾ ധ്യാനിക്കുകയാണ്, പഠിക്കുകയാണ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം. ആത്മാവിലുള്ള ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയബോധമാണ്. കർത്താവാണ് എന്നെ വഴി നടത്തുന്നതെന്ന് ഏറ്റുപറച്ചിലാണ്. 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരുണ്ട്, തങ്ങളിൽ തന്നെയും ഈ ലോകത്തിലുള്ള വസ്തുക്കളിലും വ്യക്തികളിലും തങ്ങളുടെ സമ്പത്തിലുമൊക്കെ ആശ്രയിക്കുന്ന മനുഷ്യരുണ്ട്. വചനം മനുഷ്യരെ 2ആയി ഇങ്ങനെ വിഭജിച്ച് കാണിക്കുന്നുണ്ട്. 1-ാമത്തെ സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, 2 മാർഗങ്ങൾ. 1-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുകയാണ്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അനുഗ്രഹീതമായൊരു മനോഭാവമാണ് ഒരാൾ കർത്താവിൽ ആനന്ദിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ തന്നെ അയാളുടെ ഒരു സാധ്യതയാണ് പാപികളുടെ കൂടെ നടക്കുക എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക എന്നൊരു സാധ്യതയുണ്ട്. അപ്രകാരം ചെയ്യുന്ന ആളുകളുണ്ട്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിച്ച് ദുഷ്ടരുടെ വഴികളിൽ നടക്കുന്നവരുണ്ട്. പാപികളുടെ കൂടെ അവരോട് ചേർന്ന് പാപത്തിൻ്റെ വഴികളിൽ വ്യാപരിക്കുന്നവരുണ്ട്. പരിഹസിക്കുന്നവരുടെ കൂടെ ചേർന്ന് പരിഹസിക്കുന്നവരുണ്ട്. അതൊരു ജീവിത ശൈലിയാണ്, അത് മറ്റൊരു വഴിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതെ ദൈവത്തിൽ ആനന്ദം കൊള്ളുകയും കർത്താവിൻ്റെ നിയമങ്ങൾ രാവും പകലും ധ്യാനിച്ച് ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക, അത് മറ്റൊരു ജീവിത ശൈലിയാണ്. അപ്പോൾ ദൈവത്തിൽ ആനന്ദം കൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങൾ ധ്യാനിച്ച് അതിൽ ആനന്ദം കൊണ്ട് ജീവിക്കലാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ജീവിക്കുമ്പോൾ എന്താണ് പ്രതിഫലം? വചനം പറയുകയാണ്, അവർ നീർച്ചാലിനരികെ നട്ടതും
യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. ദൈവത്തിൽ ആനന്ദിച്ച് കർത്താവിൽ ആശ്രയിച്ച് ആത്മീയ ദാരിദ്ര്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ കുഞ്ഞെ, നിന്റെ ജീവിതം ഇല കൊഴിയാത്ത ഒരു വൃക്ഷം പോലെ, എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷം പോലെ ആയിത്തീരും. നിന്റെ ജീവിതം മറിച്ചാണെങ്കിൽ, ദുഷ്ടരുടെ ജീവിത രീതിയാണെങ്കിൽ, വചനം പറയുകയാണ്, ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് അവർ. അതായത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിച്ച് നടക്കുന്നവർ, പാപികളുടെ വഴികളിൽ നടക്കുന്നവർ, പരിഹാസകരുടെ കൂടെ ചേർന്ന് പരിഹസിക്കുന്നവർ, അവർ കാറ്റത്ത് പറന്നു പോകുന്നവരാണ്. കാറ്റത്ത് പറന്നു പോകുന്ന പതിര് പോലെയാണ്, ഉൾക്കാമ്പില്ലാത്തവരാണ്, ഒരു പ്രയോജനവുമില്ലാത്തവരാണ്, കത്തിച്ചു കളയുന്നതിന് മാത്രം മാറ്റിവെക്കപ്പെട്ടവരാണ്. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന്റെ പ്രവർത്തികൾ ഫലമണിയും. ദുഷ്ടരുടെ മാർഗങ്ങളിൽ നടക്കുന്നവൻ നാശത്തിൽ അവസാനിക്കും. ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് സ്വർഗരാജ്യം അവകാശമാക്കാൻ. നീ ആത്മാവിൽ ദരിദ്രനായിരിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ ആനന്ദം കൊള്ളുക, തിന്മയെ വെറുത്തുപേക്ഷിക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുക. ഇതാണ് ആത്മാവിലുള്ള ദാരിദ്ര്യമെന്ന് പറയുന്നത്. തിന്മയെ വെറുത്തുപേക്ഷിക്കുക, നന്മയെ മുറുകെ പിടിക്കുക. ജെറമിയ ഇതേ ജ്ഞാനസൂക്തം തന്നെ ആവർത്തിക്കുന്നു. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. ഒരാൾ ശപിക്കപ്പെട്ടവനായി മാറുകയാണ്. അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെയാണ് ശപിക്കപ്പെട്ട ഒരാളായിട്ട് മാറുന്നത്? അയാൾ മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് ആളുകളുണ്ട്, എനിക്ക് പിടിപാടുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എന്നെ ആരും പഠിപ്പിക്കണ്ട, എന്നെ ആരും നിയന്ത്രിക്കണ്ട, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം ഉണ്ട് എന്ന മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരാളെക്കുറിച്ച് വചനം പറയുകയാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. തുടർന്ന് അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദമുണ്ടാവുകയില്ല, അവന് വളർച്ചയുണ്ടാവുകയില്ല, അവന് സന്തോഷമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. അവൻ ദാഹിച്ച് വരണ്ട് ഉണങ്ങിപ്പോകും. അവന് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുകയില്ല, അവന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല, അവന് ഹൃദയത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ടുണങ്ങിയ സ്ഥലത്ത് നിൽക്കുന്ന കുറ്റിച്ചെടി പോലെ അവനായിത്തീരും. നേരെ വിപരീത ദിശയിൽ ഇതാ കർത്താവിൽ ആശ്രയിക്കുന്ന ആൾ, അതായത് ആത്മാവിലുള്ള ദാരിദ്ര്യമെന്ന പുണ്യം അഭ്യസിക്കുന്ന ഒരാൾ, ആത്മാവിലുള്ള ദാരിദ്ര്യമെന്ന ആ മനോഹരമായ മനോഭാവത്തെ വളർത്തിയെടുക്കുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും? കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. എന്നെ ദൈവം വളർത്തും, എന്നെ ദൈവം കരം പിടിച്ചു നടത്തും, ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ്റെ പ്രത്യാശ കർത്താവാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല,
അവൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല, അവൻ രോഗത്തെ ഭയപ്പെടുന്നില്ല, മഹാമാരികളുടെ കാലഘട്ടത്തെ അവൻ ഭയപ്പെടുന്നില്ല, പ്രളയത്തെയോ പ്രകൃതിക്ഷോഭങ്ങളെയോ യുദ്ധങ്ങളെയോ അവൻ ഭയപ്പെടുന്നില്ല. കാരണം അവൻ്റെ പ്രത്യാശ കർത്താവാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അവൻ വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, ഋതുഭേദങ്ങളെ ഭയപ്പെടുന്നില്ല. കർത്താവ് അവനെപ്പോഴും അവൻ ആവശ്യമുള്ളത് തൻ്റെ ഭക്തർക്ക് എല്ലാ നന്മകളും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ആത്മാവിൽ ദരിദ്രനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഫലം നൽകുന്ന ഒരു മനുഷ്യനായി മാറും. കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് ഈ പുണ്യം ഈശോ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് എന്നതാണ് നമ്മുടെ മുൻപിലുള്ള അനുകരണീയമായ മാതൃക. എപ്രകാരമാണ് ഞാൻ ആത്മാവിലുള്ള ദാരിദ്ര്യം അഭ്യസിക്കേണ്ടത്, അത് പരിശീലിക്കേണ്ടത്? ഈശോ തൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ച് പറയുന്നത് കേൾക്കുക. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ഈശോ തൻ്റെ തന്നെ ഐഡൻറ്റിറ്റിയെ കുറിച്ച് പറയുകയാണ്. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിലേക്ക് പോകുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിലേക്ക് പോകുന്നു. യോഹന്നാൻ 16:28. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടം പിതാവാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പിതാവാണ്. ഈ ഐഡൻറ്റിറ്റി, സ്വത്വബോധമാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടത്താലല്ല, പിതാവിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ യാത്ര എൻ്റെ പിതാവാകുന്ന ലക്ഷ്യത്തിലേക്കാണ് എന്ന ബോധമുണ്ടാവുക. നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യം പാലിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് ഈ ഓർമ്മ വേണം, ഈ അവബോധം വേണം, ഈ കോൺഷ്യസ്നെസ് വേണം. ഞാൻ പിതാവിൽ നിന്ന്, ഈശോ വന്നതുപോലെ തന്നെ ഞാൻ പിതാവിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയിട്ടുള്ള 1-ാം ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. 1 കൊറിന്തോസ് 8:6. എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. പൗലോസിൻ്റെ അവബോധമാണ്. സഭയെ പൗലോസ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ച സത്യമാണ്. നമുക്ക് ഒരു ദൈവമേയുള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്. നാം ദൈവത്തെ ലക്ഷ്യം വെച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നാം ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് എന്നൊരർത്ഥമുണ്ട്. ആർക്കു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്? ദൈവത്തിൽ നിന്ന് വന്ന ഒരാളാണ്, ദൈവത്തിലേക്ക് പോകുന്ന ഒരാളാണ് എങ്കിൽ നീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? പൗലോസ് പറയുകയാണ്, നാം ആ പിതാവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നോട്ട് ഫോർ എനിത്തിങ് എൽസ് ആൻഡ് നോട്ട് ഫോർ എനിബഡി എൽസ്. നാം ജീവിക്കുന്നത് ആ പിതാവിന് വേണ്ടിയാണ്. വീണ്ടും പറയുകയാണ്, നമുക്കൊരു കർത്താവേ ഉള്ളൂ, നമുക്കൊരു ലോർഡ് ഉള്ളൂ, നമുക്കൊരു ഈശോയേ ഉള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്,
പുത്രനിലൂടെയാണെന്ന് വചനം പഠിപ്പിക്കുന്നു. ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്? ഞാനിന്ന് ഒരു കാൽപാദം വയ്ക്കുന്നുണ്ടെങ്കിൽ, ഒരു ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ, ഞാനിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിലൂടെയാണ് എന്ന് പറയാൻ കഴിയുന്ന അവബോധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അവബോധമാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിലുള്ള ദാരിദ്ര്യം. ഈ ഏറ്റുപറയലാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കും, സ്വർഗരാജ്യം അവകാശമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി, ഈശോ തൻ്റെ പ്രവർത്തികളെ, തൻ്റെ ഡ്യൂട്ടിയെ എങ്ങനെയാണ് വിവരിക്കുന്നതെന്ന്, വ്യാഖ്യാനിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈശോ പറയുകയാണ്, തൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ഈശോ വിവരിക്കുകയാണ്, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ തിരുവചനം: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഈശോ തൻ്റെ ഡ്യൂട്ടിയെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. താൻ ചെയ്യുന്ന പ്രവർത്തികളെ ഈശോ വ്യാഖ്യാനിക്കുകയാണ്. അതിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രവർത്തികളല്ല, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കലാണ് എൻ്റെ ജോലിയെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എനിക്ക് സംതൃപ്തി നൽകുന്നത് പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്രകാരമാണ് ആത്മീയ ദാരിദ്ര്യം പാലിക്കുന്നത്? നമ്മുടെ അനുദിന ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഒരു പ്രവൃത്തിയിലേർപ്പെടുമ്പോൾ, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, യാത്രയ്ക്കൊരുങ്ങുമ്പോൾ, ദൈവമേ, ഇത് അങ്ങയുടെ ഇഷ്ടമാണോ എന്ന് വിവേചിച്ചറിയണം. അങ്ങയുടെ ഇഷ്ടമാണോ എന്ന് വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ, അത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും, എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിലും, ക്ലേശകരമായൊരു പ്രവൃത്തിയാണെങ്കിലും, മറ്റുള്ളവർ എതിർക്കുന്നൊരു കാര്യമാണെങ്കിലും, ദൈവമേ, ഇത് നിന്റെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കഴിയുമ്പോൾ നമ്മൾ ആത്മാവിലുള്ള ദാരിദ്ര്യമെന്ന പുണ്യം അഭ്യസിക്കുകയാണ്. അത് അനുഗ്രഹീതമായ ഒരു മനോഭാവമാണ്. നമ്മുടെ തന്നെ ആത്മവിചിന്തനത്തിന് വേണ്ടി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: പിതാവിൻ്റെ ഇഷ്ടമാണോ ഞാൻ അന്വേഷിക്കുന്നത്? ഞാനൊരു ഭവനം പണിയുമ്പോൾ, ഞാനൊരു വാഹനം മേടിക്കുമ്പോൾ, ഞാനൊരു വസ്തു ഇടപാട് നടത്തുമ്പോൾ, ഞാനൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ, ഞാനൊരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ, ഞാനൊരു പുതിയ കൃഷി ആരംഭിക്കുമ്പോൾ, ഞാൻ എൻ്റെ പഠനത്തിന് ഒരു പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടമാണോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ആരുടെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടി നടക്കുന്നത്? എന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണോ ഞാൻ? അതിനു വേണ്ടിയാണോ ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, എന്നെക്കുറിച്ചുള്ള ദൈവിക ഇഷ്ടം, ഡിവൈൻ പ്ലാൻ പൂർത്തീകരിക്കപ്പെടുമോ? എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് എൻ്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല. എനിക്ക് ശുഭകരമായ ഭാവിയും എനിക്ക് പ്രത്യാശയും എൻ്റെ നഷ്ടപ്പെട്ട ഐശ്വര്യവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആ വലിയ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമോ? ഞാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് തടസ്സം നിൽക്കുമോ? ഞാൻ പാപത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ, ഞാൻ തിന്മയുടെ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ
ഞാൻ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതിന് തടസ്സം നിൽക്കുകയാണ്. ഒരു പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്, എന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി പൂർത്തീകരിക്കപ്പെടുമോ? വലിയൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഈശോ തൻ്റെ ജീവിതത്തിൽ നിരന്തരം ചെയ്തൊരു കാര്യം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഈശോ എപ്പോഴും പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആത്മാവിലുള്ള ദാരിദ്ര്യം അഭ്യസിക്കുന്ന ആൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് എപ്പോഴും എല്ലാ കാര്യത്തിലും പിതാവിന് മഹത്വം നൽകുക എന്നത്. 115-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം പറയുകയാണ്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. ശരിയാണ്, ഈ ഭൂമിയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാജാവ് പാടുകയാണ്, രാജാവ് രാജ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുരോഹിതൻ സഭയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സഭയിൽ വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ ആ കുടുംബത്തിനു വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുന്നുണ്ട്. കുടുംബത്തിലൊരമ്മ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ രാവും പകലും ഊണും ഉറക്കവും ഇല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തതിന് ശേഷം പറയണം, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസന്മാർ മാത്രം, കൽപ്പിച്ചത് ചെയ്തു എന്നേയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാമത്തെ തിരുവചനം, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അന്വേഷിക്കുന്നത് പിതാവിൻ്റെ മഹത്വമാണ്. ഈശോ തൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന ആരംഭിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഈശോ തനിക്ക് വേണ്ടി മഹത്വം ചോദിക്കുന്നതിൻ്റെ തന്നെ ലക്ഷ്യം പുത്രൻ അവിടത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പിതാവേ, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. കൊരിന്ത്യസുകാർക്ക് എഴുതിയിട്ടുള്ള 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുവിൻ. ദൈവത്തിൽ ആശ്രയിക്കുക, ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 3-ാമത്തെ തലം എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുക എന്നതാണ്. 4-ാമതായി, നിന്റെ എല്ലാ പ്രവർത്തികളിലും പിതാവിൽ ആശ്രയിക്കുക. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാമത്തെ തിരുവചനം, എന്നെ അയച്ച പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. ഈശോയുടെ അടുക്കലേക്ക് 1000-ങ്ങളും 10,000-ങ്ങളും ജനലക്ഷങ്ങളും ഓടി വരുമ്പോൾ ഈശോ പറയുകയാണ്, ഈ ഓടി വന്നിരിക്കുന്ന ജനക്കൂട്ടത്തെ ഞാൻ ആകർഷിച്ചതല്ല, അവരെ പിതാവ് എനിക്ക് തന്നതാണ്, പിതാവ് കൂട്ടിക്കൊണ്ടുവന്നതാണ്. തൻ്റെ അടുക്കലിരിക്കുന്ന, തൻ്റെ മുൻപിലിരിക്കുന്ന ജനത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്, ഇവരെൻ്റെ ശക്തിയാൽ വന്നവരല്ല, പിതാവ് ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുവന്നവരാണ്. പിതാവിലുള്ള പൂർണ്ണമായ ആശ്രയത്വം. അതുകൊണ്ടാണ് നിരന്തരമായ പ്രാർത്ഥനയായി അവൻ്റെ ജീവിതം മാറിയത്. അവസാനമായി ഈശോയുടെ ജീവിതം മുഴുവൻ അനുസരണയുടെ ജീവിതമായിരുന്നു. ഈശോ പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല
അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയും, പിതാവേ നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന നിലവിളിയുമായി അവിടെ നിന്ന് മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിലുള്ള ദാരിദ്ര്യത്തിൻ്റെ ആ പുണ്യത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലെത്തിച്ചേർന്ന് ഈശോ നമ്മോട് പറയുകയാണ്, നീയും ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ വഴികളിലൂടെ നടക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ ജീവിതം ആറ്റുതീരത്ത് നട്ട മരം പോലെ ഫലപൂർണമായ അനുഗ്രഹീതമായ ജീവിതമായി മാറും. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങിൽ ആശ്രയിക്കുവാനും അങ്ങയിൽ നിന്നാണ് ഞങ്ങൾ വന്നതെന്നും അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നുമുള്ള ബോധ്യത്തോടെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ പരിശ്രമിച്ചുകൊണ്ട് പൂർണ്ണമായ ആശ്രയത്വത്തോടുകൂടെ അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.